I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, Pala. ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരോ പുകവലിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. സിമ്പിൾ കാര്യം, വേറൊന്നുമല്ല. നമ്മൾ ഒത്തിരി കൺസൾട്ടേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് പുകവലി ശീലമുള്ളവർക്കാണ്. അവർക്ക് വേറെ ഒരു പ്രശ്നവും കാണത്തില്ല, അവർക്ക് ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒരു കാര്യമില്ല. പക്ഷേ അറ്റാക്ക് ഉണ്ടാകും, സ്ട്രോക്ക് ഉണ്ടാകും. ഞാൻ പല ആൾക്കാരിൽ കണ്ടേക്കുന്നത്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ കാലിൻ്റെ വ്രണങ്ങളായതുകൊണ്ട് വളരെ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇവരുടേതെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഈ ചെറുവിരലൊക്കെ എന്ന് പറയുന്നത് കറുത്ത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ആ ലെവലിലേക്കാണ് ഇത് മാറുന്നത്. പക്ഷേ അത് അവരുടെ കുറ്റമല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു തവണ അതൊരു ശീലമായി കഴിഞ്ഞാൽ, അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്ന് മാറ്റിയെടുക്കാനൊക്കെ. അപ്പം പലതവണ നമ്മൾ ഈ വെരിക്കോസ് അൾസർ, വ്രണം കരിയാതെ വരുന്ന സമയത്ത് നമ്മൾ പറയും, നിങ്ങൾ ആ വലിയൊന്ന് നിർത്ത്, ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുമ്പം അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഡോക്ടറെ, എനിക്ക് പറ്റുന്നില്ല. കാരണം അതൊരു മാനസിക പ്രശ്നമാണ്. അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പം നമ്മൾ ഈ തുടക്കം പോകുന്നത്. പക്ഷേ അത് പിന്നെ രണ്ടാവും. പിന്നെ ടെൻഷൻ വരുന്ന സമയത്ത് സിഗരറ്റ്, ഭക്ഷണം കഴിച്ചാൽ ഉടനെ സിഗരറ്റ്, ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ സിഗരറ്റ്, ഇങ്ങനെ സ്മോക്കിങ്ങിലൂടെ ഇങ്ങനെ കടന്നു കഴിയുമ്പം ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഞാനിത് പറയാനുള്ള ഷോക്കിംഗ് കാര്യം എന്നാണെന്നറിയോ, ഒരു തവണ നിക്കോട്ടിനുള്ളിൽ പോയാൽ, കാരണം ഇതിനകത്ത് 4000-ലധികം പോയ്സൺ കെമിക്കൽസ് ഉണ്ട്. പക്ഷേ ഈ നിക്കോട്ടിൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ നിക്കോട്ടിൻ ഒരു തവണ ഉള്ളിൽ പോയെന്ന് വെച്ചാൽ, ഞാൻ കർണാടകയിലെ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഒരു 1.5 കൊല്ലം. അവിടെ ഞാൻ തളർവാദ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ഈ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന പുരുഷന്മാരാണ് കോമൺ ആയിട്ടുള്ളത്. 80% പുരുഷന്മാരാണ്. ഈ പുരുഷന്മാരിൽ ഇതിനകത്ത് ഞാൻ കണ്ടതിൽ, ഞാൻ എടുത്തേക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതിൽ അതിന് 100%, 80% ഉള്ളത് 100% പുരുഷന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 70% ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് പുകവലിയാണ്. മദ്യപാനത്തിനേക്കാളും പുകവലിയാണ്. ഈ പുകവലിക്കകത്ത് ആ 70% ഉള്ള ആൾക്കാരെ ഞാൻ വീണ്ടും 100% എടുത്തു കഴിഞ്ഞാൽ, ഈ 100% ഉള്ള ആളുകളിൽ, പുകവലിക്കുന്ന 100% ആളുകളിൽ ഒരു 40% ആളുകൾ പുകവലി നിർത്തിയിട്ട് 10-20 കൊല്ലം കഴിഞ്ഞവരാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പറയാം, ഞാൻ വലി നിർത്തിയിട്ട് 20 കൊല്ലം കഴിഞ്ഞ ഡോക്ടർ, 30 കൊല്ലമായി എന്നൊക്കെ പറയുന്നവരുണ്ട്. കാരണം അവർക്ക് അവരുടെ 60-ാമത്തെ 70-ാമത്തെ വയസ്സിലായിരിക്കും ചിലപ്പം സ്ട്രോക്ക് വരുന്നത്. പക്ഷേ അതായത് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തവണ ഈ നിക്കോട്ടിനുള്ളിൽ കയറിയാൽ പിന്നെ ഇത് പുറത്ത് പോകത്തില്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും എടുത്തത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ പുകവലി നിർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുകവലി നിർത്തിയാലും അതിന് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുണ്ട്. അത് 2-3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് എടുത്തേച്ച് അത് 1 കൊല്ലത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്ത് ആ നിക്കോട്ടിനെ മൊത്തത്തോടെ ബോഡിയിൽ നിന്ന് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ സ്ട്രോക്ക് വരാതിരിക്കത്തുള്ളൂ, ഫർദർ BP-യുടെ പ്രശ്നം വരാതിരിക്കത്തുള്ളൂ, ഫർദർ വെരിക്കോസ് പ്രശ്നം വരാതിരിക്കത്തുള്ളൂ, ഫർദർ ബ്ലോക്കുകൾ വരാതിരിക്കത്തുള്ളൂ, ഫർദർ അറ്റാക്കുകൾ വരാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ 100%. കാരണം സ്മോക്കിങ്ങിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ്. ഇത് ശരിക്കും അതിന് ടെക്സ്റ്റ് ബുക്കിലുണ്ടോയെന്ന് ചോദിച്ചാൽ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇതൊരു പരിധി കൂടുതലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസിൽ, കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ ഈ കാലങ്ങളോളം ഞാൻ കണ്ടതാണ്. അതിനകത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടേക്കുന്നത്, ഒരു തവണ സ്മോക്കിങ്ങിലേക്ക് നമ്മൾ അഡിക്റ്റ് ആയോ, ഒരു തവണ നമ്മൾ ദിവസം ഒരു സിഗരറ്റ് രീതിയിൽ വലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 100% ബ്ലോക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവർക്ക് ആദ്യം കാണിക്കുന്നത് കാലിലെ രോമം എല്ലാം കൊഴിഞ്ഞു വരും. അതേപോലെ തന്നെ ഉദ്ധാരണ പ്രശ്നങ്ങളുണ്ടാകും. ഉദ്ധാരണ പ്രശ്നം മെയിനായിട്ടുണ്ടാകും. സ്ട്രെസ്, ആങ്സൈറ്റി ലെവൽ കൂടും. സംശയരോഗങ്ങൾ കൂടും. അതേപോലെ തന്നെ രക്തക്കൊഴലുകളിൽ ബ്ലോക്കുകളുണ്ടാകും. അറ്റാക്കിന് ടെൻഡൻസി ഉണ്ടാകും. സ്ട്രോക്കിന് ടെൻഡൻസി ഉണ്ടാകും. BP പ്രശ്നങ്ങൾ കാണിക്കും. ശരീരത്തിൽ ഓരോ വേർപ്പിനും നമുക്ക് സ്മെല്ലുണ്ടാകും. മുടി പെട്ടെന്ന് നരയ്ക്കുന്ന രീതിയിലേക്ക് വരും. അതേപോലെ തന്നെ പല്ല് കറക്കും, പല്ലിന് ഡാമേജ് ഉണ്ടാകും, സംസാരിക്കുമ്പം സ്മെല്ല് വരും. ഇതേപോലെ രക്തക്കൊഴൽ, നെർവ്സ് ഡാമേജ്, ഇത് നെഞ്ചരിച്ചിൽ പൊളിച്ച് കിട്ടും. ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിസ്സാരമായിട്ട് ഇത് കരുതരുത്. നമ്മൾ പുതിയ തലമുറയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്കറിയാവുന്ന ആരെങ്കിലും ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. ഇനി അതിനുള്ള സൊല്യൂഷൻ, നിക്കോട്ടിനുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് ഡി-അഡിക്ഷൻ സെൻറ്ററിലോ അല്ലെന്നുണ്ടെങ്കിൽ നിക്കോട്ടിന് മാറ്റാനുള്ള സൈക്യാട്രി മെഡിസിൻസോ എന്ത് വേണമെങ്കിലും എടുത്ത് ചെന്ന് ക്ലിയർ ആക്കാനുള്ള വഴികൾ നോക്കുക. എൻ്റെ മേഖല എന്ന് പറയുന്നത് അതിനെ എന്താ പറയുക, പുകവലി നിർത്താനുള്ള വഴികളൊന്നും ഞാൻ എൻ്റെ കയ്യിലില്ല. നിർത്തിയ ആളുകളിൽ നിക്കോട്ടിൻ്റെ അളവ് ശരീരത്തിൽ നിന്ന് കളയാനുള്ള മെത്തഡുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് വരാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.